ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം വിചാരിക്കും ഇതൊരു ക്യാമ്പസ് ആണോ അതോ നല്ല അടിപൊളി ഒരു ഗാർഡൻ ആണോ എന്ന്. അതെ, അത്ര ഭംഗിയിൽ രണ്ട് സൈഡും ലോണും അതിന്റെ സൈഡിലായിട്ട് നല്ല നല്ല മരങ്ങളും ചെടികളും ഒക്കെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സീൻ ക്യാമ്പസ്. ഈ സീൻ മാത്രം പോരല്ലോ, എഡ്യൂക്കേഷൻ അവരുടെ ഫെസിലിറ്റീസ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ക്യാമ്പസിനകത്ത് കയറിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ ബിൽഡിങ്ങിനകത്തോട്ട് കയറി നോക്കാം. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫാർമസിയുടെ ലാബും അതുപോലെ തന്നെ മറ്റേ ക്ലാസ് റൂംസ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇതാണ് ഈ ഒരു ക്യാമ്പസിൻ്റെ നോർമൽ ക്ലാസ് റൂം. നമ്മൾ ഇതുവരെ കണ്ട ക്യാമ്പസുകളിലെ ക്ലാസ് റൂമിൽ നിന്ന് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. കാര്യം ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷമല്ലായുള്ളൂ. അതായത് ഈ പുതിയ ബിൽഡിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് 4 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇപ്പോൾ ഗ്രീൻ ബോർഡ് ഉണ്ട്, വൈറ്റ് ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊജക്ടർ ഫെസിലിറ്റീസ് എല്ലാം നല്ല സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല സെറ്റ് ക്ലാസ് റൂം എന്ന് പറയാം. എല്ലാ ചെയറാണ്, ബെഞ്ചസ് എല്ലാം കൊടുത്തേക്കുന്നത് ചെയേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടായിരിക്കും. ഇവർക്ക് ഫാർമസിക്ക് മാത്രം ടോട്ടൽ ഈ ഒരു ബിൽഡിംഗ് വരുന്നത് 13 ലാബ്സ് ആണ്. അപ്പോൾ അതിനകത്തിൽ ഒരു ലാബാണിത്. ഫുള്ളി ഒരു ന്യൂജൻ സെറ്റപ്പ് എന്ന് തന്നെ പറയാം. അത് നല്ല കളർഫുൾ ആയിട്ടുള്ള ലാബാണ്. എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി അടുത്ത് പോകുന്നത് മൈക്രോബയോളജി ലബോറട്ടറി ആൻഡ് ബയോടെക്നോളജി ലബോറട്ടറിയിലേക്കാണ്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓരോ ലാബുകളും ഓരോ തീമിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം സ്റ്റുഡൻസ് ഉണ്ട്. പല സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസാണ് ഈ ഒരു ക്യാമ്പസിൽ പഠിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ എല്ലാം കവർ ചെയ്തു. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ മെയിനായിട്ട് കാണിക്കേണ്ടത് വെച്ചാൽ ലൈബ്രറിയാണ്. ഇവിടെ ആക്ച്വലി ഈ ഒരു ക്യാമ്പസ് തന്നെ ഫുള്ളി തോന്നുന്നത് എല്ലാം ഒരു കളർഫുൾ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈബ്രറിയിൽ തന്നെ ചെയേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബുക്സും കാര്യങ്ങളൊക്കെ റാക്കാണെങ്കിലും നല്ല കാര്യം ഇത് പുതിയ ക്യാമ്പസ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് കാണാനാണ്. ഇൻഫ്രാസ്ട്രക്ചർ ബേസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു പുതിയ മോഡേൺ രീതിയിലുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ലൈബ്രറിയുടെ സ്ട്രെങ്ത് നോക്കി കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിനും നഴ്സിങ്ങിനും അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകളായിട്ട് ടോട്ടൽ 10,000+ ബുക്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു നമ്പർ തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് റെഫർ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കും ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഫാർമസിക്കുള്ള കെമിസ്ട്രി ലാബാണ്. ഇവിടെ കുട്ടികളൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എയർപോർട്ടിലേക്ക് കാണുന്ന പോലെ തന്നെ ഒരു ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഫ്ലോറിലും ഇവർക്ക് റെസ്റ്റ് റൂംസ് അവൈലബിൾ ആണ്. വളരെ നീറ്റായിട്ടുള്ള റെസ്റ്റ് റൂംസ് ആണ്. നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിന് തൊട്ടുമുമ്പ് കണ്ടത് നോർമൽ ക്ലാസ് റൂമാണ്. ഇത് വരുമ്പോഴത്തേക്ക് ഡിജിറ്റൽ ക്ലാസ് റൂമാണ്. ക്ലാസ് റൂമിൻ്റെ അമ്യൂണിറ്റീസ് ഒക്കെ മറ്റേതുപോലെ സെയിം തന്നെ. ആകെ ഇതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ്